രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആർക്കൊക്കെയാണ് ഇഡ്ഡലി സാമ്പാർ ഇഷ്ടം? എനിക്ക് ഇഡ്ഡലി സാമ്പാറും വലിയ ഇഷ്ടമാണ്. ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ലാത്ത സാമ്പാറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനൊരു സാമ്പാറാണ്. കുഞ്ഞുള്ളി കൂടുതലിട്ട് ഉള്ളൊരു സാമ്പാർ. അപ്പോൾ വേഗം നമുക്ക് റെസിപ്പി കണ്ടാലോ? വേഗം ആവുകയാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും ഒക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും ഒരു വലിയ സവാള കട്ട് ചെയ്തതും ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. കുഞ്ഞുള്ളി ഇടുമ്പോൾ കുറച്ച് അധികം ഇടണം, എന്നാലേ ആ ഒരു രുചി വരും. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ബ്രൗൺ നിറമൊന്നും ആവണമെന്നില്ല, എന്നാലും ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ വഴട്ടിയെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായവും ഇട്ട് നല്ലതുപോലെ വഴറ്റാം. ഒരു വലിയ തക്കാളി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയി. ഈ മിക്സ് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് പരിപ്പ് കൂടെ ഇടാം. ഞാനിവിടെ മസൂർ ദാലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതും ഇട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് മല്ലിയിലയും വെള്ളവും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മസൂർ ദാലായതുകൊണ്ട് തന്നെ ഒരു 3-4 വിസിലൊക്കെ മതിയാവും. നല്ലതുപോലെ കുക്കായി വരും. സാമ്പാറാവുന്ന സമയം നമുക്ക് നല്ല ഇഡ്ഡലി കൂടി റെഡിയാക്കാം. ഞാനിവിടെ പാക്കറ്റ് ബാറ്ററാണ് യൂസ് ചെയ്യുന്നത്. അരച്ച എടുത്തതൊന്നുമല്ല. ഈ ബാറ്റർ നല്ലതാണ്, വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തലേന്നേ കുതിർത്ത് അരയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമായിരിക്കും. രാവിലെ ബിസിയൊക്കെ ആകുമ്പോൾ ഇതാണ് പെട്ടെന്ന് ചെയ്യുന്നത്. ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് മാവിലേക്ക് വേണമെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഉപ്പ് നോക്കി പരുവമാണോ എന്ന് നോക്കി അതിലേക്കൊഴിച്ച് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ഇഡ്ഡലി പറയുന്നതിൽ എളുപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ഓപ്പണായി നോക്കുമ്പോൾ നമ്മുടെ സാമ്പാർ നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒന്ന് നല്ലതുപോലെ ഇളക്കി ഇനി നമുക്കിതിലേക്ക് കടുവൊന്നും വറുത്തൊഴിക്കണ്ട. നമ്മൾ ആദ്യമേ അതൊക്കെ ചെയ്താണ് ഈ സാമ്പാർ റെഡിയാക്കുന്നത്. ഇനി എന്താ, ഒരു പ്ലേറ്റ് എടുത്ത് ഒരു 2-3 ഇഡ്ഡലി വെച്ച് അതിലേക്ക് ചൂട് സാമ്പാർ ഒഴിച്ച് അങ്ങ് കഴിക്കുക. രാവിലെ നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറും കഴിക്കുന്നത് അതിനെക്കാട്ടി വേറെ ഒന്നും കിട്ടാനില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എല്ലാവർക്കും അങ്ങനെയാവണമെന്നില്ല കേട്ടോ. എനിക്ക് രാവിലെ നല്ല ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയ ആ ദിവസമേ നല്ലതാണ്. ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമായോ? കമൻ്റ് ആക്കണേ.